നമ്മൾ ഒരിക്കൽ കൂടി പാലക്കാട്ടേക്ക് പോവുകയാണ്. അവിടെ DMO ഓഫീസിലേക്ക് ശവമഞ്ചവുമായി BJP പ്രവർത്തകർ പ്രതിഷേധിക്കാനെത്തി. അത് പോലീസിന്റെ കണ്ണ് വെട്ടിച്ചാണ് പ്രവർത്തകർ അവിടേക്ക് എത്തിയത്. ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വിഭാഗം പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസിനെ മറികടന്ന് പോലീസിന്റെ കണ്ണ് വെട്ടിച്ചൊക്കെയാണ് ഈ പ്രവർത്തകർ ഓഫീസിനകത്തേക്ക് കയറിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, ലാത്തിചാർജ്, മണിക്കൂറുകൾ നീണ്ട തെരുവ് യുദ്ധം, അതിന് തൊട്ടു പിന്നാലെ ഇതാ BJPയുടെ പ്രതിഷേധവും, അത് അവസാനിപ്പിച്ചോ പ്രവർത്തകർ? എന്താണ് വിവരങ്ങൾ ശ്രീജിത്ത്? BJPയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. പക്ഷേ പ്രശാന്ത് ശിവൻ ഈ ശവമഞ്ചവുമായി എത്തുമ്പോൾ ഉണ്ടായിരുന്നില്ല. ശവമഞ്ചവുമായി പൊടുന്നനെ തന്നെ BJP പ്രവർത്തകർ DMO ഓഫീസ് ഇരിക്കുന്ന ഒന്നാം നിലയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. കൂടുതൽ BJP പ്രവർത്തകർ ഈ മേഖലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സമരം നടക്കുന്നത്. വാഹനങ്ങളൊക്കെ മറിയുന്ന ഒരു സാഹചര്യം. സിവിൽ സ്റ്റേഷൻ അകത്താണുള്ളത്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് DMO അടക്കമുള്ള ആളുകളുള്ളത്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ പോലീസുമായി തർക്കിക്കുന്നു. ആ വലിയ തോതിലുള്ള തർക്കം പോലീസുമായി ഉണ്ടായിരിക്കുന്നു. ജില്ലയിലുള്ള മുഴുവൻ BJP പ്രവർത്തകരും കൊണ്ട് വലിയ മാർച്ച് ഞങ്ങൾ നടത്തുമെന്ന് BJP നേതാക്കൾ പറയുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലുണ്ട്. പാർട്ടി പറഞ്ഞു കേട്ടല്ല, പോലീസ് പറഞ്ഞു കേട്ടല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ സാറ് ഒരു പ്രതിഷേധം നടക്കുമ്പോഴേക്ക് മാറ്റി വഴിയൊരുക്കി കൊണ്ട് എന്താണ് നിങ്ങൾ പറയുമ്പോൾ കേട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ പറയുമ്പോൾ കേട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിനു മുമ്പ് ഇവിടെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചല്ലേ? ഇവിടെ എന്തൊക്കെ പേക്കൂത്ത നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യാത്ത ആൾക്കാരെ ഇവിടെ വരുമ്പോഴേക്കും ഇങ്ങനെ നേരെ വഴിയൊരുക്കാൻ പറയണം. പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് പൊടുന്നനെ ഇവിടേക്ക് എത്തിയത്. പോലീസിന്റെ കണ്ണുവെട്ടിച്ചായിരുന്നു ആ മേഖലയിലൂടെ അവർ കടന്നു വന്നത്. പക്ഷെ അപ്പോഴേക്കും ഒന്നാം നിലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഈ ശവമഞ്ചവും അതുപോലെ തന്നെ BJP പ്രവർത്തകരെയും പോലീസ് കോവണിയിൽ വെച്ച് തന്നെ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ പ്രതികരിക്കുകയാണ്. ഒരു പ്രതിഷേധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പാലക്കാട് DMO ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിലേക്കായിരുന്നു BJP പ്രവർത്തകരുടെ പ്രതിഷേധം. അവർ ശവമഞ്ചവുമായി പ്രതിഷേധിക്കാൻ എത്തിയ പ്രവർത്തകർ അത് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു, അടുത്ത നിലയിലേക്ക്. പക്ഷേ പ്രവർത്തകരെ പിന്നീട് പോലീസ് അവിടെ തടഞ്ഞു. ഇപ്പോൾ പ്രവർത്തകരെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. അവിടെ പ്രതിഷേധിക്കാൻ അനുവദിക്കുന്നില്ല എന്നാരോപിച്ച് BJP ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവിടെ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ അനുവദിക്കുന്നില്ല, അവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ എന്നൊക്കെ പ്രവർത്തകരും ജില്ലാ നേതാക്കളും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും അവിടെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കും വൈകാതെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കുറച്ച് പ്രവർത്തകരെ ഇതിനോടകം പോലീസ് വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട്. അതിനെതിരെ BJP നേതാക്കൾ നേരത്തെ രംഗത്ത് വരികയും ചെയ്തു. ആ വാഹനം അവിടെ നിന്ന് ഇപ്പോൾ നീക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. ശ്രീജിത്ത്, ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ അവിടെ ഒന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നാണോ ഈ BJP ജില്ലാ അധ്യക്ഷനും മറ്റു നേതാക്കളും ഒക്കെ പറയുന്നത്? ഇപ്പോഴും വാഹനം തടയുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഒരു കാരണവശാലും പ്രവർത്തകരെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് BJP പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. പോലീസ് പരമാവധി സംയമനം പാലിച്ച്, അല്ലെങ്കിൽ വാഹനം തടയുന്ന സമയത്ത് പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. പക്ഷേ BJPയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പോലീസുമായി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രവർത്തകരെ പരമാവധി ബലം പ്രയോഗിച്ച് മാറ്റി ഈ വാഹനം മുന്നോട്ട് എടുക്കുകയാണ്. BJPയുടെ പ്രവർത്തകർ വാഹനത്തിനകത്ത് ഉണ്ട്. ഏതാനും നാമമാത്രമായ പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി പെട്ടെന്ന് തന്നെ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാൻ പോലീസിന് സാധിച്ചു. ഒരു 10 മിനിറ്റ് നേരം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും സൗത്തിലെ SI ഹേമലതയുടെ നേതൃത്വത്തിലുള്ള വനിതാ SI ഹേമലതയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പാഞ്ഞെത്തുകയായിരുന്നു. ഉടൻ തന്നെ പാഞ്ഞെത്തി മറ്റൊരു ഗേറ്റിലൂടെ പാഞ്ഞെത്തി അവരെ മുകളിലേക്ക് കയറുന്നത് പൂർണ്ണമായി തന്നെ തടഞ്ഞു. എന്നാലും BJPയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ പലയിടത്തും നടത്തിയ മാർച്ച്, പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ലാത്തിചാർജിൽ കലാശിച്ചു. അതിന് പിന്നാലെയാണ് BJP പ്രവർത്തകർ അവിടെ ശവമഞ്ചവുമായി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയത്. അവരെ പോലീസ് ഇപ്പോൾ തടഞ്ഞു. പ്രവർത്തകരെ
അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ട സംഘർഷ അവസ്ഥ പാലക്കാട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ അതും അവസാനിച്ചിരിക്കുകയാണ്.